പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ബികോം 6ാം സെമസ്റ്ററിലെ പ്രാക്ടിക്കൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട സ്റ്റോക്ക് സമ്മറി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് ഈ വീഡിയോയിലൂടെ നൽകുന്നത്. ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡിസ്പ്ലേ സ്റ്റോക്ക് സമ്മറി അമൽ ട്രേഡേഴ്സ് ഗിവ് ദി ഫോളോയിങ് ഡീറ്റെയിൽസ്. അപ്പോൾ അതിൽ ഡേറ്റ് തന്നിട്ടുണ്ട് 1/4/2023. പർച്ചേസ് ദി ഫോളോയിങ് ഐറ്റംസ് ഫ്രം സൺറൈസ് ട്രേഡേഴ്സ്. പിന്നെ 2-ാം തീയതി സോൾഡ് ടു മണിച്ചന്ത്. 30-ാം തീയതി പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. പിന്നെ നെക്സ്റ്റ് സോൾഡ് ഫോർ ക്യാഷ്. ഇത്ര ഐറ്റംസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോ അതില് ഓരോ സബ് ഉണ്ട്. എന്തെല്ലാമാണ് വായിച്ചിട്ടുള്ളത്? 250 പാക്കറ്റ്സ് ഓഫ് ലെക്സ് സോപ്പറ്റ് ₹1,500 പെർ പാക്കറ്റ്. 20 ഡസൻ റൈനോൾസ് പെന്നറ്റ് ₹556 പെർ ഡസൻ. പിന്നെ 20 കേസസ് വൈറ്റ് ടോൺ പൗഡർ അറ്റ് ₹800 പെർ കേസ്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സ്റ്റോക്ക് സമ്മറി ചെയ്യുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് യൂണിറ്റ് ഓഫ് മെഷർ ആണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇതിൽ തന്നിട്ടുള്ള സ്റ്റോക്ക് ഐറ്റംസ്, അതായത് ലെക്സ് സോപ്പ്, റൈനോൾസ് പെന്ന്, വൈറ്റ് ടോൺ പൗഡർ, പിന്നെ ക്ലാസ്മേറ്റ് നോട്ട്ബുക്ക്, അങ്ങനെയുള്ള സ്റ്റോക്ക് ഐറ്റംസും ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ ആദ്യം ഏതൊക്കെ യൂണിറ്റ് ഓഫ് മെഷർ ആണ് ഇതിൽ പറയുന്നുള്ളത് നോക്കാം. ഒന്ന് പാക്കറ്റ് ഉണ്ട്, ഡസൻ ഉണ്ട്, കേസസ് ഉണ്ട്, പിന്നെ ക്ലാസ്മേറ്റ് നോട്ട്ബുക്ക് സെറ്റ് ₹50 പെർ നോട്ട്ബുക്ക് ആണ് പറയുന്നത്. അപ്പൊ നമ്പേഴ്സും ഉണ്ട്. ഇത്ര യൂണിറ്റ് ഓഫ് മെഷർ ക്രിയേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ലെക്സ് സോപ്പ്, റൈനോൾസ് പെന്ന്, വൈറ്റ് ടോൺ പൗഡർ, ക്ലാസ്മേറ്റ് നോട്ട്ബുക്ക്, ഈ ഇത്രയുള്ള സ്റ്റോക്ക് ഐറ്റംസും ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ടാലി സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇതില് നമ്മൾ സാധാരണ വർക്ക് ഇൻ എഡ്യൂക്കേഷൻ മോഡിലാണ് ചെയ്യുക. എന്നിട്ട് കമ്പനി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ Alt F3 അടിക്കുക. അതിൽ ക്രിയേറ്റ് കമ്പനി കൊടുക്കാം. ഓക്കെ, ഞാൻ വെറുതെ പേര് സ്റ്റോക്ക് എന്ന് വെറുതെ കൊടുക്കുകയാണ് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതില് കേരള സെലക്ട് ചെയ്യാം, സ്റ്റേറ്റ്, പിന്നെ പിൻകോഡ് ഒന്നും നിർബന്ധമല്ല. പിന്നെ ഒരു ഡേറ്റ് കൊടുക്കുക. ഇത് 1/4/2023 ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1/4/2023 കൊടുക്കാം. അപ്പോൾ അതും ബിഗിനിങ് ഫ്രം സെയിം ആണ് കൊടുക്കേണ്ടത്. കമ്പനി എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക, അക്സെപ്റ്റ് വരെ കൊടുക്കുക, സേവ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് യൂണിറ്റ് ഓഫ് മെഷർ ക്രിയേറ്റ് ചെയ്യലാണ്. അപ്പൊ യൂണിറ്റ് ഓഫ് മെഷർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻവെന്ററി ഇൻഫോ ആക്റ്റീവ് ആണോ എന്ന് നോക്കണം. ആക്റ്റീവ് അല്ലെങ്കിൽ നമ്മൾ F11 പോയിട്ട് ഇൻവെന്ററി ഫീച്ചേഴ്സിൽ നമ്മളെ കമ്പനി ഏതാണ്, സ്റ്റോക്ക്, അതെന്താണ്, ഇന്റഗ്രേറ്റ് അക്കൗണ്ട്സ് ആൻഡ് ഇൻവെന്ററി, അത് എസ് ആക്കി കൊടുക്കേണ്ടി വരും. അതൊന്ന് ചെക്ക് ചെയ്യണം. ഇൻവെന്ററി ഇൻഫോ ആക്റ്റീവ് അല്ലെങ്കിലാണ് പറഞ്ഞത്. നമ്മളിപ്പോ ഈ കമ്പനിയിൽ ഇൻവെന്ററി ഇൻഫോ ആക്റ്റീവ് ആണ്. ഇൻവെന്ററി ഇൻഫോയിൽ പോവാ, യൂണിറ്റ് ഓഫ് മെഷറിൽ പോവാ, ക്രിയേറ്റ് കൊടുക്കുക. അപ്പൊ എന്തെല്ലാം ഉണ്ടായിരുന്നത്, ഒന്ന് നേരത്തെ ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് ഒന്ന് പാക്കറ്റ് ആണ്. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യാം, പാക്കറ്റ് PKT എന്ന് കൊടുക്കുന്നു. അപ്പൊ അതിന്റെ ഇത് പാക്കറ്റ് എൻ്റർ ചെയ്യാം. പിന്നെ അതേപോലെ ഡസൻ ഉണ്ട്. അപ്പോൾ ഡസന് DZ എന്ന് കൊടുക്കാം. ഫോർമൽ നെയിം ഡസൻ എന്ന് കൊടുക്കാം, സേവ് ചെയ്യാം. പിന്നെ കേസസ് CS ആണ് കൊടുക്കുന്നത്, കേസസ് എന്ന് കൊടുക്കാം, കേസ് എന്ന് കൊടുക്കാം, എൻ്റർ അടിക്കുക. പിന്നെ നമ്പേഴ്സ് ഉണ്ടായിരുന്നു, NOS എന്ന് കൊടുക്കുന്നു, ഫോർമൽ നെയിം നമ്പേഴ്സ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, യൂണിറ്റ് ഓഫ് മെഷർ ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്തത് ചെയ്യേണ്ടത് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യലാണ്. സ്റ്റോക്ക് ഐറ്റവും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് സ്റ്റെപ്പ് വരാം. ഇൻവെന്ററി ഇൻഫോയിൽ പോവാം, സ്റ്റോക്ക് ഐറ്റത്തിൽ പോവാം, എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കാം. ക്രിയേറ്റ് ഏതെല്ലാം ഐറ്റം ഉണ്ടായിരുന്നത് ജസ്റ്റ് നോക്കാം. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ആദ്യത്തേത് ലെക്സ് സോപ്പാണ്. ലെക്സ് സോപ്പ് അണ്ടർ പ്രൈമറി, പിന്നെ അത് ഏതാണ് ഉണ്ടായിരുന്നതും കൂടി നോക്കാം. ലെക്സ് സോപ്പ് പാക്കറ്റ് ആണ്, പെർ പാക്കറ്റ് ആണ് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് നേരത്തെ ക്രിയേറ്റ് ചെയ്ത പാക്കറ്റ് സെലക്ട് ചെയ്യാം. ക്വാണ്ടിറ്റി ഓപ്പണിംഗ് ബാലൻസ് ഇല്ലാതുകൊണ്ട് കൊടുക്കേണ്ടതില്ല. പിന്നെ നെക്സ്റ്റ് നോക്കാം.
നെക്സ്റ്റ് റെയ്നോൾഡ്സ് പെൻ ആണ്. റെയ്നോൾഡ്സ് പെൻ കൊടുക്കുന്നു. അതേപോലെ തന്നെ യൂണിറ്റ് സെലക്ട് ചെയ്യണം. ഇതിൽ യൂണിറ്റ് ഉണ്ടായിരുന്നത് റെയ്നോൾഡ്സ് പെന്നിൻ്റെത് ഡസൻ ആണ്. അപ്പോൾ ഡസൻ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് റെയ്നോൾഡ്സ് പെന്ന് സെലക്ട് ചെയ്തതിന് ശേഷം വൈറ്റ് ടോൺ പൗഡർ ആണ്. വൈറ്റ് ടോൺ പൗഡർ ഇതില് യൂണിറ്റ് കേസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കേസ് CS ആണ് സെലക്ട് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് എടുത്ത് നോക്കാം. പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ട്. അതായത് ലെക്സ് സോപ്പ് എടുത്ത് വൈറ്റ് ടോൺ പൗഡർ കൊടുത്തു. പിന്നെ ക്ലാസ്മേറ്റ് നോട്ട്ബുക്ക് ഉണ്ട്. അപ്പോൾ അതും കൂടി കൊടുക്കാം. ക്ലാസ്മേറ്റ് നോട്ട്ബുക്ക് ഇതും നമ്പേഴ്സ് ആണ്. അപ്പോൾ നമ്പേഴ്സ് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പൊ 2 എണ്ണം ക്രിയേറ്റ് ചെയ്തു. യൂണിറ്റ് ഓഫ് മെഷറും ക്രിയേറ്റ് ചെയ്തു, അതേപോലെ തന്നെ സ്റ്റോക്ക് ഐറ്റവും ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്തത് നെക്സ്റ്റ് നോക്കേണ്ടത് നമ്മൾ ഏതൊക്കെ ലെഡ്ജർ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് നോക്കേണ്ടത്. അപ്പൊ ഇതിൽ പർച്ചേസ്ഡ് ഉണ്ട്, സെയിൽസ് ഉണ്ട്, പിന്നെ ആരെടുത്തുനിന്ന് പർച്ചേസ് ചെയ്തു, ആർക്ക് സെയിൽ ചെയ്തു എന്നുണ്ട്. അപ്പോൾ നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ നമുക്കറിയാം. അക്കൗണ്ട്സ് ഇൻഫോയിൽ പോവാ, ലെഡ്ജറിൽ പോവാ, ക്രിയേറ്റ് കൊടുക്കുക. അപ്പൊ ആദ്യത്തത് എന്താണ്, പർച്ചേസ്ഡ് ദി ഫോളോയിങ് ഐറ്റംസ് ഫ്രം സൺറൈസ് ട്രേഡേഴ്സ് ആണ്. അപ്പൊ എന്തെല്ലാം ക്രിയേറ്റ് ചെയ്യേണ്ടി വരും? പർച്ചേസ് ക്രിയേറ്റ് ചെയ്യണം. പർച്ചേസ് അണ്ടർ പർച്ചേസ് അക്കൗണ്ട് ആണ്. പർച്ചേസ് അക്കൗണ്ട്. പിന്നെ സൺറൈസ് ട്രേഡേഴ്സ് പർച്ചേസ്ഡ് ഫ്രം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും? സൺട്രി ക്രെഡിറ്റർ ആണ് വരിക. സൺട്രി ക്രെഡിറ്റർ. ഓക്കെ, അത് ക്രിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് അടുത്തത് സൺറൈസ് ട്രേഡേഴ്സ് കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് സെയിൽസ്, സോൾഡ് എന്ന് പറഞ്ഞിട്ടാണുള്ളത് അല്ലെ, സോൾഡ് ടു മണിക്സൺ ട്രേഡേഴ്സ്. നമ്മൾ സെയിൽസ് ഉണ്ടാക്കേണ്ടി വരും. സെയിൽസ് അണ്ടർ സെയിൽസ് അക്കൗണ്ട്. ഓക്കെ, സെയിൽസ് അക്കൗണ്ട്. പിന്നെ അതേപോലെ തന്നെ മണിക്ചന്ദ് ട്രേഡേഴ്സ്, സോൾഡ് ടു മണിക്ചന്ദ് ട്രേഡേഴ്സ് ആണ് പറയുന്നത്. ട്രേഡേഴ്സ്. അപ്പോൾ മണിക്ചന്ദ് ട്രേഡേഴ്സ് സൺട്രി ഡെപ്റ്റർ ആയിട്ട് വരും. സൺട്രി ഡെപ്റ്റർ. ഓക്കെ, അത് ക്രിയേറ്റ് ചെയ്തു. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാവും നോക്കാം. നമ്മള് പർച്ചേസ്ഡ് ഫോർ ക്യാഷ്, സോൾഡ് ഫോർ ക്യാഷ്. അത്രയാണ് ഇതിൽ പറയുന്നുള്ളത്. അപ്പോൾ വേറെ ഒന്നുമില്ല, അത്ര ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പിന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ ആൾട്ട് F2 അടിച്ച് നോക്കാം, ഡേറ്റ് ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഡേറ്റ് കൊടുത്ത എത്രയാണ്? 1/4/2023 അല്ലേ. അപ്പോൾ ആ ഡേറ്റിലേക്ക് ഒന്ന് കൊടുക്കാം. 1/4/2023 31 2024 വരും. 31/3/2024 ഡേറ്റ് ഒന്ന് ഓക്കെ ആക്കി വെക്കാം. ഓക്കെ, പിന്നെ ഇനി എന്ത് ചെയ്യേണ്ടി വരും? ഓരോ ട്രാൻസാക്ഷൻസും കൊടുക്കാനാണ്. അത് നമ്മൾ ഇതിലാണ് ചെയ്യുക, അക്കൗണ്ടിങ് വൗച്ചറിലാണ് ചെയ്യുക. ഇതിൽ അക്കൗണ്ടിങ് വൗച്ചറിൽ പോവാ. അക്കൗണ്ടിങ് വൗച്ചറിൽ പോയി ആദ്യത്തേത് നോക്കാം. ഫസ്റ്റ് ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? F9 പർച്ചേസ് കൊടുക്കാം. പിന്നെ പാർട്ടി ആരെടുത്തുനിന്ന്? സൺറൈസ് ട്രേഡേഴ്സിന്റെ അടുത്തുനിന്ന് വാങ്ങിക്കാനുള്ളത്. പാർട്ടി നെയിം സൺറൈസ് ട്രേഡേഴ്സ് കൊടുക്കാം. പിന്നെ പർച്ചേസ് ലെഡ്ജർ പർച്ചേസിന് കൊടുക്കാം. നെയിം ഓഫ് ഐറ്റം എന്തെല്ലാം വാങ്ങിച്ചിട്ടുള്ളത് നോക്കണം. അപ്പൊ അതിൽ ആദ്യം 250 പാക്കറ്റ്സ് ഓഫ് ലെക്സ് സോപ്പ് ആണ് പറയുന്നത്. ലെക്സ് സോപ്പ് സെലക്ട് ചെയ്യാം. ക്വാണ്ടിറ്റി 250. അത് ഓൾറെഡി നമ്മൾ പാക്കറ്റ് നേരത്തെ കൊടുത്തുകൊണ്ട് അങ്ങനെ വരും. അപ്പൊ അതിന്റെ റേറ്റും പറയുന്നുണ്ട്. റേറ്റ് എത്രയാണ്? 1500 പെർ പാക്കറ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കാം? 1500 കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക് എമൗണ്ട് വരും. പിന്നെ വേറെ അടുത്തതായിട്ട് എന്ത് വാങ്ങിച്ചിട്ടുണ്ടോ നോക്കാം. സെക്കൻഡ് വൺ. അപ്പൊ അതില് റെയ്നോൾഡ്സ് പെൻ ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ റെയ്നോൾഡ്സ് പെൻ കൊടുക്കാം. റെയ്നോൾഡ്സ് പെന്ന് വരും അതില്.
എങ്ങനെയാണ് യൂണിറ്റ് എന്താണ് റെയ്നോൾഡ്സ് പെന്നിന്റെ ഡസൻ ആണ്. ഓക്കെ, എത്ര ഡസൻ എന്ന് പറയുന്നുണ്ട്, 20 ഡസൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 20 കൊടുക്കാം. 20 ഡസൻ ഓട്ടോമാറ്റിക് വരും. പിന്നെ 550 പെർ പാക്കറ്റ് പറയുന്നുണ്ട്. അപ്പോൾ 550 കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് അടുത്ത ഐറ്റം നോക്കാം. 20 കേസസ് വൈറ്റ് ടോൺ പൗഡർ എന്ന് പറയുന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് കൊടുക്കാം, വൈറ്റ് ടോൺ പൗഡർ സെലക്ട് ചെയ്യാം. വൈറ്റ് ടോൺ പൗഡർ ക്വാണ്ടിറ്റി പറഞ്ഞത് 20 കേസസ് ആണ്, 20 കൊടുക്കാം. റേറ്റ് പറഞ്ഞത് 1500 അല്ല, 800 പെർ കേസ് ആണ്. അപ്പോൾ 800 ഇവിടെ കൊടുക്കാം. ഓക്കെ, 800 കൊടുക്കാം. ആൻഡ് ഓക്കെ, സേവ് ചെയ്യാം. അത് കഴിഞ്ഞു. ഇനി അടുത്തത് രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. ഒന്നാമത്തെ കഴിഞ്ഞു. രണ്ടാമത്തെ സോൾഡ് ടു മണിച്ചന്താണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടി വരും, F8 സെയിൽസ് F8 ആണ്. പിന്നെ ആർക്കാണ് വിൽക്കുന്നത്, മണിച്ചന്ത് ട്രേഡേഴ്സിനാണ്. പാർട്ടി അക്കൗണ്ട്സ് നെയിം മണിച്ചന്ത് ട്രേഡേഴ്സ് സെലക്ട് ചെയ്യാം. സെയിൽസ് ലെഡ്ജർ സെയിൽസ് കൊടുക്കുക. എന്തെല്ലാം വിറ്റിട്ടുള്ളത് നോക്കാം. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 180 പാക്കറ്റ്സ് ഓഫ് ലെക്സ് സോപ്പ്. ഓക്കെ, അപ്പോൾ ലെക്സ് സോപ്പ് എത്ര, 180 പാക്കറ്റ്സ്. പിന്നെ റേറ്റ് 180 പാക്കറ്റ്സിന് 1550 എന്ന് പറയുന്നുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞു. ലെക്സ് കഴിഞ്ഞു. പിന്നെ വേറെന്താണ് ഐറ്റം ഉണ്ടായിരുന്നത്, 12 ഡസൻ റെയ്നോൾഡ്സ് പെൻ ആണ്. അപ്പോൾ ഇവിടെ റെയ്നോൾഡ്സ് പെന്ന് കൊടുക്കാം. റെയ്നോൾഡ്സ് പെന്ന് എത്രയാണ്, റെയ്നോൾഡ്സ് പെൻ ഉണ്ടായിരുന്നത് 12 ആണ്. അപ്പോൾ 12 കൊടുക്കാം. എമൗണ്ട് 12 ഡസന് വിറ്റത് എത്രക്കാണ്, 600-നാണ്. അവിടെ 600 കൊടുക്കാം. 600 കൊടുക്കാം. ഓക്കെ, എന്നിട്ട് എൻ്റർ അടിക്കുക. ഓക്കെ, സേവ് ആയി. പിന്നെ ഡേറ്റ് നോക്കണം. ഡേറ്റ് ഏകദേശം അതേ സെയിം ഡേറ്റ് ആണ് കൊടുക്കുന്നുള്ളത്. അത് ചിലതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ എഡ്യൂക്കേഷൻ മോഡ് ആയതുകൊണ്ട് എല്ലാ ഡേറ്റും കൊടുക്കാൻ പറ്റണമെന്നില്ല. ഓക്കെ, പിന്നെ നെക്സ്റ്റ് മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തത് 34/2023 ആണ് പറയുന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് പർച്ചേസ്ഡ് ഫോർ ക്യാഷ് ആണ്. നമ്മൾ എന്തിൽ കൊടുക്കാം, പർച്ചേസിൽ കൊടുക്കാം. പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. അപ്പോൾ പാർട്ടീസ് അക്കൗണ്ട് നെയിം ക്യാഷ് കൊടുക്കാം. അതായത് പിന്നെ പർച്ചേസിലെടുത്ത് പർച്ചേസ് കൊടുക്കാം. നെയിം ഓഫ് ഐറ്റം എന്തെല്ലാം ഉണ്ടായിരുന്നു നോക്കാം. 150 ക്ലാസ്മേറ്റ് നോട്ട്ബുക്ക്. ക്ലാസ്മേറ്റ് നോട്ട്ബുക്ക് എടുക്കാം. ക്വാണ്ടിറ്റി എത്രയാണ്, 150 ആണ്. 150 കൊടുക്കാം. 150. പിന്നെ റേറ്റ് എത്ര പറയുന്നുണ്ട്, 48 ആണ്. 48. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത ഐറ്റം ക്ലാസ്മേറ്റ് നോട്ട്ബുക്ക്. നെക്സ്റ്റ് ഐറ്റം സെല്ലോ പെന്നാണ്, 8 ഡസൻ. സെല്ലോ പെന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മളൊന്ന് അക്കൗണ്ട്സ് ഇൻഫോയിൽ പോയി, അല്ല ഇതിലാണ് ലെഡ്ജർക്ക് ഇൻവെന്ററി ഇൻഫോയിലാണ് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റോക്ക് ഐറ്റത്തിൽ പോവാം, ക്രിയേറ്റിൽ കൊടുക്കാം. സെല്ലോ പെൻ യൂണിറ്റ്. സെല്ലോ പെൻ യൂണിറ്റ് എന്താണെന്നുണ്ടായിരുന്നത്, ഡസൻ ആണ്. അപ്പോൾ ഇവിടെ ഡസൻ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഏതെണ്ണല്ല, രണ്ടെണ്ണമാണ് ചെയ്തത്. ഓക്കെ, അതായത് ഫസ്റ്റ് രണ്ടെണ്ണം ചെയ്തു. മൂന്നാമത്തെ പർച്ചേസ്ഡ് ഫോർ ക്യാഷ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. സേവ് ആയിട്ടുണ്ടാവില്ല. നമ്മളിവിടെ പോകുന്നു, അക്കൗണ്ടിങ് വൗച്ചറിൽ പോകുന്നു. പിന്നെ ഇതിലാണ് അക്കൗണ്ടിങ് വൗച്ചറിൽ പർച്ചേസിലാണ് പോകുന്നത്. പർച്ചേസിൽ ക്യാഷ് പർച്ചേസ് ഫസ്റ്റ് ഉണ്ടായിരുന്നത് ക്ലാസ്മേറ്റ് നോട്ട്ബുക്ക് സെലക്ട് ചെയ്യാം. എത്ര എണ്ണം, 150 കൊടുക്കാം. റേറ്റ് പറയുന്നത് റേറ്റ് 48 ആണ്. 48. ദെൻ നെക്സ്റ്റ് സെല്ലോ പെൻ ആണ്. സെല്ലോ പെൻ സെലക്ട് ചെയ്യാം. സെല്ലോ പെൻ എത്രയാണ്, 8 ഡസൻ ആണ്. 8 ഡസന്
500 പെർ ഡസൻ ആണ് വരുന്നുള്ളത്. എന്താ ചെയ്യുക, സേവ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്ത ലാസ്റ്റ് ഒന്നും കൂടി ഉണ്ട്, സെയിൽസ് ആണ്. സെയിൽസ് എടുക്കാം. ക്യാഷ് സെയിലാണ് പറയുന്നത് തോന്നുന്നുണ്ട്, ക്യാഷ് സെയിലാണ് പറയുന്നത്. അപ്പോൾ പാർട്ടീസ് അക്കൗണ്ട് നെയിം ക്യാഷ് എടുക്കുക. പിന്നെ സെയിൽസ് എടുക്കാം. ഐറ്റംസ് എന്തെല്ലാം നോക്കാം. ഫസ്റ്റ് സെല്ലോ പെന്നാണ്. സെല്ലോ പെൻ ഒരു കട്ടായിട്ടുണ്ട്. സെല്ലോ പെന്നിന്റെ എത്ര, 5 ഡസൻ ക്വാണ്ടിറ്റി കൊടുക്കുക. റേറ്റ് പെർ എത്ര പറയുന്നുണ്ട്, റേറ്റ് പെർ 520 ആണ് പറയുന്നത്. 520 പെർ ഡസൻ ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, 520 കൊടുക്കുക. 520 കൊടുക്കാം. അപ്പോൾ ഓക്കെ, അത് കഴിഞ്ഞു. ഒന്നും കൂടി ഉണ്ട്, ലാസ്റ്റ് ഐറ്റം ക്ലാസ്മേറ്റ് നോട്ട്ബുക്ക്. 100 ക്ലാസ്മേറ്റ് നോട്ട്ബുക്ക് ആണ് പറയുന്നത്. അപ്പോൾ ക്ലാസ്മേറ്റ് നോട്ട്ബുക്ക് സെലക്ട് ചെയ്യാം. 100 ആണ് പറയുന്നത്. 100 ക്ലാസ്മേറ്റ് നോട്ട്ബുക്ക്. റേറ്റ് എത്രയാണ്, റേറ്റ് 50 പെർ നോട്ട്ബുക്ക് ആണ്. അപ്പോൾ ഇവിടെ 50 കൊടുക്കാം. ഓക്കെ, ഇത് ഓക്കെ ആയി, ഇത് കഴിഞ്ഞു. ഓക്കെ, ഇത്ര ട്രാൻസാക്ഷൻ ആണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ 4 ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്തു. നമ്മളോട് സ്റ്റോക്ക് സമ്മറി ഡിസ്പ്ലേ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഗെറ്റ് വേ ഓഫ് ടാലിയിൽ ഡയറക്റ്റ് ആയിട്ട് എന്തുണ്ടാവും, സ്റ്റോക്ക് സമ്മറി ഉണ്ടാവും. അതിൽ സ്റ്റോക്ക് സമ്മറി എടുക്കാം. ഓക്കെ, സ്റ്റോക്ക് സമ്മറിയിൽ ഈ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, ഓരോന്നിൻ്റെയും ഔട്ട്പുട്ട് കാണിക്കുക. പിന്നെ ഡീറ്റെയിൽഡ് വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് കൊടുക്കാം. ഓക്കെ, പിന്നെ പീരീഡ് വൈസ് വേണമെന്നുണ്ടെങ്കിൽ ഏത് മുതൽ ഏത് വരെ എന്നുള്ളതും കൊടുക്കാം. ആ രീതിയിൽ ചെയ്യാൻ പറ്റും. ഇത് ഐറ്റം വൈസ് ഓരോ ഐറ്റവും. ഓക്കെ, നമുക്ക് ഈ രീതിയിലാണ് ലാസ്റ്റ് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടാം. ഓക്കെ, താങ്ക് യു. ഇതാണ് സ്റ്റോക്ക് സമ്മറി. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. പറ്റുന്ന രീതിയിൽ മറുപടി പ്രതീക്ഷിക്കാം.